ഹലോ, നമസ്കാരം. അക്കൗണ്ടൻസിയുടെ മറ്റൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് വേണ്ടി ഇന്ന് അവതരിപ്പിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 5ാമത്തെ ചാപ്റ്റർ റിട്ടയർമെൻറ്റ് ആൻഡ് ഡെത്ത് ഓഫ് എ പാർട്ട്ണർ എന്ന് പറയുന്ന പാഠഭാഗം ഡിസ്കസ് ചെയ്യുകയുണ്ടായി. എന്താണ് റിട്ടയർമെൻറ്റ് എന്നും റിട്ടയർമെൻറ്റിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട അക്കൗണ്ടിങ്ങിൻ്റെ ട്രീറ്റ്മെൻറ്റുകൾ ഏതൊക്കെയാണെന്നും അതിലെ ഒന്നാമത്തെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻ്റ് ആയിട്ടുള്ള കാൽക്കുലേഷൻ ഓഫ് ന്യൂ റേഷ്യോയും കാൽക്കുലേഷൻ ഓഫ് ഗെയിൻ റേഷ്യോയും നമ്മൾ വിശദമായിട്ട് തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. റിട്ടയർമെൻറ്റിലെ തേർഡ് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ഗുഡ്വിൻ്റെ ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാ ആളുകൾക്കും വീഡിയോയിലേക്ക് ആർദ്രമായ സ്വാഗതം. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മളിന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്കറിയാം, നമ്മൾ ഓരോ വീഡിയോ ചെയ്യുമ്പോഴും ഒരു ടോപ്പിക്ക് മുഴുവനായിട്ടും നമ്മൾ കവർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. അതുപോലെ തന്നെയാണ് ഇന്നും ഗുഡ്വിൻ്റെ ട്രീറ്റ്മെൻറ്റ് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ പൂർത്തീകരിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾക്കറിയാം, അഡ്മിഷൻ എന്ന് പറയുന്ന പാഠഭാഗത്തിൽ നമ്മൾ ഇതേപോലെ ഗുഡ്വിൻ്റെ ട്രീറ്റ്മെൻറ്റ് പഠിച്ചിരുന്നു. അത് വളരെ വൈഡായിട്ടുള്ള ഒരു ഏരിയയാണ്. നിങ്ങൾക്കറിയാം, ഗുഡ്വിൽ പ്രൈവറ്റായി കൊണ്ടുവരുന്നതും ക്യാഷായിട്ട് കൊണ്ടുവരുന്നതും അസറ്റായിട്ട് കൊണ്ടുവരുന്നതും പോർഷൻ കൊണ്ടുവരുന്നതും കൊണ്ടുവരാതിരിക്കുന്നതും ഹിഡൻ ഗുഡ്വിൻ്റെ കേസുകളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഗുഡ്വിൻ്റെ ട്രീറ്റ്മെൻറ്റാണ് റിട്ടയർമെൻറ്റിൽ അല്ലെങ്കിൽ ഡെത്തിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ റിട്ടയർമെൻറ്റിനും ഡെത്തിനും എന്താണ് ഗുഡ്വിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. നിങ്ങൾക്കറിയാം, ഇപ്പോൾ എയും ബിയും സിയും ചേർന്നുകൊണ്ട് ബിസിനസ് നടത്തി എന്ന് കരുതുക. ഈ ബിസിനസ്സിൽ ഈ സ്ഥാപനത്തിൻ്റെ ഗുഡ്വിൽ എന്ന് പറയുന്നത് എക്കും ബിക്കും സിക്കും അവകാശപ്പെട്ടതാണ്. കാരണം 3 പേരും കൂടിയാണ് ബിസിനസ് നടത്തിയതും ഈ സ്ഥാപനത്തിന് നല്ലൊരു ഇമേജ് ഉണ്ടാക്കി തന്നിട്ടുണ്ടാവുകയും. എന്നാൽ ഈ ബിസിനസ്സിൽ നിന്നും ഒരു സുപ്രഭാതത്തിൽ എ റിട്ടയർ ചെയ്യാൻ തീരുമാനിച്ചു. സ്വാഭാവികമായി നിങ്ങൾ ആലോചിച്ചു നോക്കൂ, എ റിട്ടയർ ചെയ്ത് പോകുമ്പോൾ അല്ലെങ്കിൽ ഇടയ്ക്ക് ഡെത്ത് സംഭവിച്ചു പോകുന്ന സന്ദർഭങ്ങളിൽ എക്ക് അവകാശപ്പെട്ട എക്കും ബിക്കും സിക്കും അവകാശപ്പെട്ടതാണ് ആ ഫേമിൻ്റെ ഗുഡ്വിൽ എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എക്ക് അവകാശപ്പെട്ട എയുടെ ഗുഡ്വിൽ ബിയും സിയും ചേർന്നുകൊണ്ട് എന്ത് ചെയ്യണം? എക്ക് കൊടുത്തു വീട്ടണം. കാരണം ഒരു പാർട്ട്ണർ അവിടെ നിന്ന് പോകുന്ന സമയത്ത് അദ്ദേഹത്തിന് എടുത്തു കൊണ്ടുപോകാൻ പറ്റുന്ന ഒന്നല്ലല്ലോ. ഇൻടാഞ്ചിബിൾ അസറ്റാണ് ഗുഡ്വിൽ. കാണാനോ തൊടാനോ പറ്റാത്ത ഒരു അസറ്റാണ്. അപ്പോൾ എ പോകുന്ന സമയത്ത് എക്ക് അവകാശപ്പെട്ടത് ഇനി നാളെ മുതൽ ആർക്കും കിട്ടുകയാണ്? ബിക്കും സിക്കും കിട്ടുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബിയും സിയും ചേർന്നുകൊണ്ട് എന്ത് ചെയ്യണം? എയുടെ അവകാശം കൊടുത്തു വീട്ടണം. ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങളിവിടെ നോക്കൂ, ഇപ്പോൾ ഒരു 9 രൂപ ലാഭമുണ്ടായി. ഈ 9 രൂപ ലാഭമുണ്ടായപ്പോൾ 3 പേരും എയും ബിയും സിയും ഈക്വലായിട്ടാണ് ഷെയർ ചെയ്യുന്നത് എന്ന് നിങ്ങൾ സങ്കല്പിക്കുക. ഈക്വലായിട്ടാണ് ഷെയർ ചെയ്യുന്നത്. 9 രൂപ എയും ബിയും സിയും ഈക്വലായിട്ടാണ് ഷെയർ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ 2 പേർക്കും എത്രയുണ്ടാകും? 3 പേർക്കും 3 രൂപ വെച്ചുണ്ടാകും അല്ലേ? അങ്ങനെ 3 3 3 9 രൂപ 3 പേര് വീതിച്ചു. ഇതിലെ ഒരു പാർട്ട്ണറായിട്ടുള്ള എ എന്ത് ചെയ്യാണ്? റിട്ടയർ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. റിട്ടയർ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. ഈ റിട്ടയർ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ അപ്പോൾ പാർട്ട്നേഴ്സ് എയും ബിയും സിയും ആണ്. എയും ബിയും സിയും ആണ് പാർട്ട്നേഴ്സ്. ഇതിൽ റിട്ടയർ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. നമ്മൾ ഇവിടെ പ്രതിപാദിക്കുന്നത് എയുടെ റിട്ടയർമെൻ്റാണ്. റിട്ടയർ ചെയ്യാൻ തീരുമാനിച്ചു. 9 രൂപയാണ് ലാഭം. ഈക്വലായിട്ടാണ് ഷെയർ ചെയ്യുക. എക്കും ബിക്കും സിക്കും 3 രൂപ വെച്ച് ഉണ്ടാകും. അപ്പോൾ ഇതിൽ റിട്ടയർ ചെയ്യാൻ തീരുമാനിച്ചാൽ എക്ക് ഈ ലാഭം എടുത്തു കൊണ്ടുപോകാൻ സാധിക്കില്ലല്ലോ. പോകുന്ന സമയത്ത് ഇവിടെ നിന്ന് ഇറങ്ങുന്നതോടുകൂടി ഇതുവരെ കിട്ടിയിരുന്ന ലാഭം എയെ സംബന്ധിച്ച് കിട്ടാത്ത ഒരവസ്ഥ ഉണ്ടാകും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി നാളെ അടുത്ത ദിവസം 9 രൂപ ലാഭം ഉണ്ടായിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് വീതിക്കുക? അപ്പോൾ ഇവിടെ 2 പാർട്ട്ണർമാരാണ് ഉണ്ടാവുക, ബിയും സിയും ആണ് ഉണ്ടാവുക. ബിയും സിയും അതെങ്ങനെ വീതിക്കും? 2 പേർക്കും
4.50 വെച്ചുണ്ടാകും. രണ്ടാൾക്കും 4 രൂപ 50 പൈസ. 4.50 4.50 9 രൂപ. അപ്പോൾ ഇവിടെ നോക്കൂ, എ പോയപ്പോൾ എയുടെ ഷെയർ 3 രൂപ. അത് ഈക്വലായിട്ട് 2 പേർക്കും കിട്ടി. ബിക്ക് 1.50, സിക്ക് 1.50. ഇതേ പ്രകാരം തന്നെയാണ് ഗുഡ്വില്ലിൻ്റെ കേസ്. എ റിട്ടയർ ചെയ്ത് പോകുമ്പോൾ എയുടെ ഗുഡ്വില്ലിൻ്റെ വിഹിതം ഇനി നാളെ മുതൽ കിട്ടുന്നുണ്ടാവുക ബിക്കും സിക്കും ആയിരിക്കും. സ്വാഭാവികമായിട്ടും ബിയും സിയും എക്ക് ഗുഡ്വില്ലിന് അല്ലെങ്കിൽ ഷെയർ ഇവർക്ക് കിട്ടുന്ന ലാഭത്തിന് തുല്യമായ തുക ബിയും സിയും ചേർന്നുകൊണ്ട് എക്ക് കൊടുക്കണം. ആ ഒരു ട്രീറ്റ്മെൻറ്റിനെയാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഗുഡ്വിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ആർക്ക് കൊടുക്കണമെന്നാണ് പറഞ്ഞത്? ബിയും സിയും ചേർന്നുകൊണ്ട് ബിയും സിയും ചേർന്നുകൊണ്ട് എ. അപ്പോൾ ഇതിൽ നോക്കൂ, ബിയും സിയും തുടരുന്ന ആളുകളാണ് അല്ലേ? ബിസിനസ്സിൽ വീണ്ടും എ പോയപ്പോഴും ബിസിനസ്സിൽ കണ്ടിന്യൂ ചെയ്യുന്ന ആളുകളാണ് ബിയും സിയും. അപ്പം ബിയും സിയും കണ്ടിന്യൂ ചെയ്യുന്ന ആളുകൾ. എ എന്ന് പറയുമ്പോഴോ അവിടുന്ന് പോകുന്ന ആളാണ്, പുറത്ത് പോകുന്ന ആളാണ്, ഔട്ട് ഗോയിങ് ആണ്, പുറത്ത് പോകുന്ന ആളാണ്. ഔട്ട് എന്ന് പറഞ്ഞാൽ പുറത്ത്, ഗോയിങ് എന്ന് പറഞ്ഞാൽ പോവുക അല്ലേ? അപ്പോൾ ഔട്ട് ഗോയിങ് എന്ന് പറഞ്ഞാൽ പുറത്ത് പോകുന്ന ആൾ. അപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്ന പാർട്ട്ണർമാർ പുറത്ത് പോകുന്ന പാർട്ട്ണർക്ക് കോമ്പൻസേഷൻ കൊടുക്കണം, തുല്യം. കാരണം ഒരു പാർട്ട്ണർ അവിടുന്ന് റിട്ടയർ ചെയ്ത് പോകുമ്പോൾ അല്ലെങ്കിൽ ഡെത്തായി പോകുമ്പോൾ അദ്ദേഹത്തിന് കിട്ടിയിരുന്ന ലാഭവിഹിതം നാളെ മുതൽ കണ്ടിന്യൂ ചെയ്യുന്ന പാർട്ട്നേഴ്സിനാണ് കിട്ടാനുള്ളത്. അതുകൊണ്ട് തന്നെ കണ്ടിന്യൂ ചെയ്യുന്ന പാർട്ട്നേഴ്സിന് അങ്ങനെ കൂടുതൽ കിട്ടുമ്പോൾ അവർക്ക് ഗെയിനിങ് ഉണ്ടാകും. ഈ ഗെയിനിങ്ങിന് തുല്യമായ തുക കണ്ടിന്യൂ ചെയ്യുന്ന ആളുകൾ പോകുന്ന ആളെ സംബന്ധിച്ച് ഇനി നാളെ മുതൽ കിട്ടൂലല്ലോ, അദ്ദേഹത്തിന് നഷ്ടമുണ്ടാകും, സാക്രിഫൈസിങ് ഉണ്ടാകും. അപ്പോൾ ഗെയിനിങ് ഉണ്ടായ ആൾ സാക്രിഫൈസിങ് ഉണ്ടായ ആൾക്ക് കൊടുക്കണം. ഇത് നമ്മൾ തുടക്കം മുതലേ പറയുന്നതാണ്. അത് റിട്ടയർമെൻറ്റിലോ ഡെത്തിലോ അല്ല, എല്ലാ ഇടപാടുകളിലും ഗെയിനിങ് ഉള്ള ആൾ സാക്രിഫൈസിങ് ഉള്ള ആൾക്ക് കോമ്പൻസേഷൻ കൊടുക്കണം. അത് തന്നെയാണ് ഇവിടെ കണ്ടത്. ബിയും സിയും എക്ക് കൊടുക്കണം. അതാണ് നമ്മളെ സംബന്ധിച്ച് നമ്മളിവിടെ പ്രതിപാദിക്കുന്ന ജേണൽ എൻട്രി. അതാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാം ബിയും സിയുമാണല്ലോ പോകുന്ന ആളുകൾ. അപ്പോൾ ഔട്ട് ഗോയിങ് പാർട്ട്ണർ ബിയും സിയും പോകുന്ന ആളാണ്. ഔട്ട് ഗോയിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ബിയും സിയും ചേർന്ന് എക്ക് കൊടുക്കണമെന്നാണല്ലോ നമ്മൾ പറഞ്ഞത്. ഇപ്പം ബിയും സിയും കണ്ടിന്യൂ ചെയ്യുന്ന പാർട്ട്നേഴ്സാണ്. കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു അവിടെ നിന്ന് പോകുന്നത് എ ആണല്ലോ. അപ്പോൾ എനെ വിളിക്കുന്ന പേരാണ് ഔട്ട് ഗോയിങ് പാർട്ട്ണർ. അപ്പോൾ ഈ എൻട്രി മാത്രമാണ് നിങ്ങൾ ഗുഡ്വില്ലിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ വ്യക്തമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ടത്. കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ഔട്ട് ഗോയിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ആ ഒരു എൻട്രി നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ഉദാഹരണം ഡിസ്കസ് ചെയ്തത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ എപ്പോഴും ഓർത്ത് വെക്കുക, ഈ ചാപ്റ്ററിലുടനീളം റിട്ടയർമെൻറ്റിലാണെങ്കിലും ഡെത്തിലാണെങ്കിലും ഗുഡ്വില്ലിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ ഒറ്റ എൻട്രിയാണ് നമുക്ക് ആവശ്യമുള്ളത്. കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ഔട്ട് ഗോയിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ആ എൻട്രി വരാനുള്ള കാരണം നമ്മൾ പറഞ്ഞു. ഒരു പാർട്ട്ണർ ബിസിനസ്സിൽ നിന്ന് ഔട്ട് ഗോയിങ് ആവുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഷെയർ മറ്റു പാർട്ട്നേഴ്സിന് ലഭിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ പോകുന്ന ആളുടെ ഷെയർ കിട്ടുന്ന മറ്റു പാർട്ട്ണർമാർ പോകുന്ന പാർട്ട്ണർക്ക് നഷ്ടവിഹിതം കൊടുക്കണം. ആ നഷ്ടവിഹിതത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗുഡ്വിൽ എന്ന് പറയുന്നത്. ആ നഷ്ടവിഹിതം കൊടുക്കുന്ന ജേണൽ എൻട്രിയാണ് നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത്. കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ഔട്ട് ഗോയിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട എക്സാമ്പിളുകൾ ഡിസ്കസ് ചെയ്യാം. ഒരു എക്സാമ്പിൾ ഇവിടെ നിങ്ങൾക്ക് കാണാം. ഇവിടെ XYZ are partners sharing profits in the ratio of 5:3:2. എക്സും വൈയും 5:3:2 പ്രകാരമാണ് പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നത്. എക്സ് റിട്ടയേഴ്സ് ഫോർ ദിസ് പർപ്പസ് ഗുഡ്വിൽ ഈസ് വാല്യൂഡ് അറ്റ് ₹25,000. എക്സ് റിട്ടയർ ചെയ്തു. ആ സമയത്ത് സ്ഥാപനത്തിൻ്റെ ഗുഡ്വിൽ കണക്കാക്കിയപ്പോൾ 25,000 എന്ന് കിട്ടി. കണ്ടിന്യൂ പാർട്ട്നേഴ്സ് എഗ്രി ദാറ്റ് their new profit sharing ratio shall be equal. കണ്ടിന്യൂ പാർട്ട്നേഴ്സ് അവരുടെ പുതിയ റേഷ്യോ ഈക്വലായിട്ട് തീരുമാനിക്കുകയും ചെയ്തു. റെക്കോർഡ് നെസസറി ജേണൽ എൻട്രി നിങ്ങളോട് പറയുന്നത് ആവശ്യമുള്ള എൻട്രികൾ പാസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ നോക്കുക, ക്വസ്റ്റ്യനിൽ എന്തെല്ലാം കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഒന്ന് 5:3:2 ഓൾഡ് റേഷ്യോ തന്നിട്ടുണ്ട്. 5:3:2 എഗ്രി ദാറ്റ് their new profit sharing ratio ന്യൂ
റേഷ്യോ തന്നിട്ടുണ്ട് 1:1 ഈക്വൽ ആയിട്ട് എന്നാണ് പറഞ്ഞത് 1:1. അപ്പോൾ ഓൾഡ് റേഷ്യോ തന്നിട്ടുണ്ട്, ന്യൂ റേഷ്യോ തന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് റിട്ടയർമെൻറ്റിൽ ഡെത്തിലും ന്യൂ റേഷ്യോ ഓൾഡ് റേഷ്യോ ഒരുമിച്ച് തന്നു കഴിഞ്ഞാൽ നമ്മൾ ഗുഡ്വിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ ഈ എൻട്രി നമ്മൾ ഡിസ്കസ് ചെയ്തല്ലോ. ഈ എൻട്രിയിൽ എമൗണ്ട് ഡിവൈഡ് ചെയ്യേണ്ടത് ഗെയിനി റേഷ്യോ പ്രകാരമാണ്. അതായത് പോകുന്ന ആൾക്ക് കണ്ടിന്യൂ ചെയ്യുന്ന പാർട്ട്നേഴ്സ് നഷ്ടപരിഹാരം കൊടുക്കേണ്ടത് ഗെയിനി റേഷ്യോയുടെ അടിസ്ഥാനത്തിലാണ്. ആർക്കാണോ കൂടുതൽ ഗെയിനിങ് ഉണ്ടായത് അയാൾ കൂടുതൽ കോമ്പൻസേഷൻ കൊടുക്കണം. ആർക്കാണോ കുറച്ച് ഗെയിനിങ് ഉള്ളത് അയാൾ കുറച്ച് കോമ്പൻസേഷൻ കൊടുത്താൽ മതി. അപ്പോൾ അതുപോലെ രണ്ട് റേഷ്യോ കൂടി ഒരുമിച്ച് തന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, ന്യൂ റേഷ്യോ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി പോവുകയാണ്. അപ്പോൾ ഓൾഡ് റേഷ്യോ 5:3:2, ന്യൂ റേഷ്യോ 1:1 രണ്ടും തന്നിട്ടുണ്ട്. ഗെയിനി റേഷ്യോ കാണാം. ഗെയിനി റേഷ്യോയുടെ ഇക്വേഷൻ നമ്മൾ പഠിച്ചു. ന്യൂ റേഷ്യോ മൈനസ് ഓൾഡ് റേഷ്യോ, ന്യൂ റേഷ്യോ മൈനസ് ഓൾഡ് റേഷ്യോ. ഇതിൽ എക്സ് ആണ് റിട്ടയർ ചെയ്തത്, അപ്പോൾ വൈയുടെ ഗെയിനിങ് കാണാണ്. വൈസ് ഗെയിനിങ് സമം വൈയുടെ ന്യൂ റേഷ്യോ 1/2 മൈനസ് വൈയുടെ ഓൾഡ് റേഷ്യോ 3/10 3/10. ഇനി താഴെ നോക്കുക, 2ഉം 10ഉം രണ്ടിൻ്റെ ഗുണനമാണല്ലോ 10. അപ്പോൾ കോമൺ ആയിട്ട് 10 എഴുതി. മുകളിൽ 1 ഉണ്ട്, ആ 1 അതുപോലെ എഴുതി. താഴെയുള്ള 2നെ നമ്മൾ 10 ആക്കിയിട്ടുണ്ട്. 2 10 ആവല് 5 കൊണ്ട് മൾട്ടിപ്ലൈ തന്നു. ആ 5 കൊണ്ട് മുകളിൽ ഗുണിക്കുക. അപ്പോൾ 1 × 5 -3. 1 × 5 എന്ന് പറയുമ്പോൾ 5 -3. 5 × 3 പോയാൽ ബാക്കി 2 / 10. അപ്പോൾ ഗെയിനി റേഷ്യോ നമുക്ക് ലഭിച്ചു 2/10. ഇനി ഇതേപോലെ സെഡിൻ്റെ ന്യൂ റേഷ്യോ 1/2 ആണ്, മൈനസ് സെഡിൻ്റെ ഓൾഡ് റേഷ്യോ 2/10 ആണ്. കോമൺ ആയിട്ട് നമ്മൾ 10 എഴുതി. മുകളിൽ 1 ഉണ്ട്, 1 × 2 10 ആയത് 5 കൊണ്ട് ഗുണിച്ചിട്ടാണ്. ആ 5 കൊണ്ട് മുകളിൽ ഗുണിക്കുക. അപ്പോൾ 1 × 5 -2. 1 × 5 എന്ന് പറയുമ്പോൾ 5 -2. 5 ൽ നിന്ന് 2 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി 3, താഴെ 10. അപ്പോൾ ഈ 10 ഡിവൈഡ് ചെയ്ത് പോയി. ബാക്കി ഗെയിനി റേഷ്യോ 2:3. ഗെയിനി റേഷ്യോ 2:3. അപ്പോൾ ക്വസ്റ്റ്യനിൽ ഓൾഡ് റേഷ്യോ ന്യൂ റേഷ്യോ തന്നപ്പോൾ രണ്ടും ഉപയോഗിച്ച് നമ്മൾ ഗെയിനി റേഷ്യോ കണ്ടുപിടിച്ചു. ഇനി നമ്മൾ ഗുഡ്വിൻ്റെ എൻട്രി പാസ് ചെയ്യുകയാണല്ലോ വേണ്ടത്. അപ്പോൾ ഇവിടെ ആർക്കാണ് കൊടുക്കേണ്ടത്? രണ്ട് പേർക്കും ഗെയിനിങ് ഉണ്ടായിട്ടുണ്ട്. എക്സ് പോയപ്പോൾ വൈക്കും സെഡിനും ഗെയിനിങ് ഉണ്ടായിട്ടുണ്ട്. നിങ്ങളിവിടെ കണ്ടുവല്ലോ, വൈക്ക് 2 ഭാഗവും സെഡിന് 3 ഭാഗവുമാണ് ഗെയിനിങ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ വൈയും സെഡും ചേർന്ന് കൊണ്ട് എക്സിന് കൊടുക്കണം. എക്സിന് എത്ര കൊടുക്കണം? എക്സിൻ്റെ ഗുഡ്വിൽ എത്രയാണെന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ ഒന്നാമത്തെ വർക്കിംഗ് നോട്ട് നമ്മളിവിടെ പറഞ്ഞു. ഒന്നാമത്തെ വർക്കിംഗ് നോട്ട് പ്രകാരം ഗെയിനി റേഷ്യോ കണ്ടുപിടിച്ചു. വർക്കിംഗ് നോട്ട് 2 പ്രകാരം എക്സിൻ്റെ ഗുഡ്വിൽ എത്രയുണ്ട് ചെക്ക് ചെയ്യാം. എക്സ് ഷെയർ ഓഫ് ഗുഡ്വിൽ സമം 25,000 ആണ് ടോട്ടൽ ഗുഡ്വിൽ. 25,000 ഇൻറ്റു എക്സിൻ്റെ ഷെയർ ഓൾഡ് റേഷ്യോയിൽ നോക്കുക. എക്സിൻ്റെ ഷെയർ 5/10 ആണ്. അപ്പോൾ 25,000 ഇൻറ്റു 5/10 ഡിവൈഡ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 12,500. 12,500. അപ്പോൾ എക്സിൻ്റെ ഗുഡ്വിൻ്റെ ഷെയർ ആണ് 12,500. അപ്പോൾ വൈയും സെഡും ചേർന്ന് കൊണ്ട് എക്സിന് കൊടുക്കേണ്ട ഗുഡ്വിൻ്റെ വിഹിതം 12,500 ആണ്. അപ്പോൾ നമ്മൾ എൻട്രി ചെയ്തു. കണ്ടിന്യൂ പാർട്ട്നേഴ്സ് 2 പേരാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. വൈസ് ക്യാപിറ്റൽ അക്കൗണ്ട്, സെഡ് ക്യാപിറ്റൽ അക്കൗണ്ട്. വൈസ് ക്യാപിറ്റൽ അക്കൗണ്ട്, സെഡ് ക്യാപിറ്റൽ അക്കൗണ്ട് ടു എക്സ് ക്യാപിറ്റൽ. ക്ലിയർ ആയല്ലോ? വൈ ക്യാപിറ്റൽ അക്കൗണ്ട്, സെഡ് ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ വൈ സെഡും കണ്ടിന്യൂ ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ വൈ സെഡ് ടു എക്സ്. വൈ ഇതിൽ എക്സിൻ്റെ എമൗണ്ട് നമ്മൾ കണ്ടുപിടിച്ചു. എക്സിന് എത്രയാണ് ഗുഡ്വിൽ കൊടുക്കേണ്ടതെന്ന്? 12,500 രൂപയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ എക്സിന് നേരെ 12,500. വൈയും സെഡും ചേർന്നാണ് കൊടുക്കേണ്ടത്. വൈയും സെഡും ചേർന്ന് കൊടുക്കേണ്ടത് ഗെയിനി റേഷ്യോ പ്രകാരമാണ്. 12,500 ടോട്ടൽ എക്സിന് കൊടുക്കണം. അത് വൈയും സെഡും ചേർന്ന് കൊണ്ടാണ് കൊടുക്കേണ്ടത്. അത് എങ്ങനെ കൊടുക്കണം? ഓരോ ആളുകളും എത്ര എടുക്കണം? അത് എടുക്കേണ്ടത് ഗെയിനി റേഷ്യോ പ്രകാരമാണ്. അപ്പോൾ 12,500 ഇൻറ്റു 2/5, 12,500 ഇൻറ്റു 3/5 മൾട്ടിപ്ലൈ ചെയ്ത് 5,000, 7,500. അങ്ങനെ വൈ 5,000 രൂപയും സെഡ് 7,500 ടോട്ടൽ 12,500 രൂപ എക്സിന് കൊടുക്കണം. നരേഷൻ ബീങ് റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് എമൗണ്ട് ഓഫ് ഗുഡ്വിൽ ഈസ് അഡ്ജസ്റ്റഡ്. റിട്ടയർ ചെയ്ത പാർട്ട്ണറുടെ ഗുഡ്വിൽ അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഗുഡ്വിൻ്റെ ട്രീറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യനുകൾ വർക്കൗട്ട് ചെയ്യേണ്ടത്.
ആയിട്ടുണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഗുഡ്വില്ലുമായി ബന്ധപ്പെട്ട എൻട്രി നമ്മൾ പറഞ്ഞു. കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ടു ഔട്ട് ഗോയിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തു. ഓൾഡ് റേഷ്യോ ന്യൂ റേഷ്യോ രണ്ടും ഒരുമിച്ച് തന്നപ്പോൾ നമ്മളത് ഉപയോഗിച്ച് ഗെയിൻ റേഷ്യോ കണ്ടുപിടിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം എക്സ് ആണ് റിട്ടയർ ചെയ്തത്. അപ്പോൾ എക്സിൻ്റെ ഗുഡ്വില്ലിൻ്റെ വിഹിതം എത്രയാണെന്ന് കണ്ടുപിടിച്ചു. എന്നിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത എൻട്രി പോസ്റ്റ് ചെയ്തു. കണ്ടിന്യൂ പാർട്ട്നേഴ്സ് 2 പേരാണ്, വൈയും സെഡും ടു എക്സ്. അപ്പോൾ എക്സിന് കൊടുക്കേണ്ട എമൗണ്ടാണ് നമ്മൾ കണ്ടുപിടിച്ച 12,500. ഇത് കൊടുക്കേണ്ട ഗെയിൻ റേഷ്യോ പ്രകാരമാണ്. അപ്പോൾ 12,500 ഇൻറ്റു 2/5 3/5 നരേഷൻ എഴുതി. റിട്ടയർ ചെയ്ത പാർട്ട്ണറുടെ ഗുഡ്വിൽ അഡ്ജസ്റ്റ് ചെയ്തു. ബീയിങ് റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് എമൗണ്ട് ഓഫ് ഗുഡ്വിൽ ഈസ് അഡ്ജസ്റ്റഡ്. അപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിൾ ഡിസ്കസ് ചെയ്തു. ഇതേപോലെ മറ്റൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. നമ്മൾ പറഞ്ഞ പോലെ തന്നെ XYZ ആർ പാർട്ട്നേഴ്സ്. ഷെയറിംഗ് റേഷ്യോ 4:3:2. അപ്പോൾ ഓൾഡ് റേഷ്യോ തന്നിട്ടുണ്ട് 4:3:2. വൈ റിട്ടയേഴ്സ്, ഈ ബിസിനസ്സിൽ വൈ ആണ് റിട്ടയർ ചെയ്തത്. ഫോർ ദിസ് പർപ്പസ് ഗുഡ്വിൽ ഈസ് വാല്യൂഡ് അറ്റ് ₹36,000. ഈ സമയത്ത് ഗുഡ്വിൽ കണക്കാക്കിയപ്പോൾ 36,000 രൂപ ഇന്ന് കിട്ടി. റെക്കോർഡ് നെസസറി ജേണൽ എൻട്രി ഫോർ ദി ട്രീറ്റ്മെൻറ്റ് ഓഫ് ഗുഡ്വിൽ ഓഫ് വൈസ് റിട്ടയർമെൻറ്റ്. വൈയുടെ റിട്ടയർമെൻറ്റുമായി ബന്ധപ്പെട്ട ആവശ്യമുള്ള എൻട്രി പാസ് ചെയ്യാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഇവിടെ ക്വസ്റ്റ്യനിൽ ഓൾഡ് റേഷ്യോ തന്നിട്ടുണ്ട്, ന്യൂ റേഷ്യോ തന്നിട്ടില്ല. ക്ലിയർ ആയല്ലോ? ഓൾഡ് റേഷ്യോ തന്നിട്ടുണ്ട്, ന്യൂ റേഷ്യോ തരാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ചെയ്ത പോലെ ആദ്യത്തെ വർക്കിംഗ് നോട്ട് തയ്യാറാക്കേണ്ട ആവശ്യമില്ല. കാരണം ന്യൂ റേഷ്യോ കൂടി തന്നാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുക? ഗെയിൻ റേഷ്യോ കണ്ടുപിടിക്കാൻ സാധിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? തന്നിട്ടുള്ള ഓൾഡ് റേഷ്യോ ഗെയിൻ റേഷ്യോക്ക് തുല്യമായിരിക്കും. ഏതുപോലെ? നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ അഡ്മിഷനിൽ ഇതേപോലെ ഗുഡ്വില്ലിൻ്റെ എമൗണ്ട് പ്രീമിയം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ സാക്രിഫൈസ് റേഷ്യോ പ്രകാരമാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. പക്ഷേ ക്വസ്റ്റ്യനിൽ ഓൾഡും ന്യൂവും തന്നാൽ മാത്രമാണ് നമ്മൾ സാക്രിഫൈസ് കണ്ടുപിടിക്കാറുള്ളത്. അല്ലാത്ത സമയങ്ങളിൽ ഓൾഡ് റേഷ്യോ ഈക്വൽ ടു സാക്രിഫൈസ് റേഷ്യോ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെയും ഗുഡ്വില്ലിൻ്റെ എമൗണ്ട് വീതിക്കേണ്ടത് ഗെയിൻ റേഷ്യോ പ്രകാരമാണ്. ഗെയിൻ റേഷ്യോ കാണണമെങ്കിൽ ഓൾഡ് റേഷ്യോ ന്യൂ റേഷ്യോ തരണം. അങ്ങനെ ന്യൂ റേഷ്യോ തരാത്ത സന്ദർഭങ്ങളിൽ ഓൾഡ് റേഷ്യോ ഈക്വൽ ടു ഗെയിൻ റേഷ്യോ ഇത് മനസ്സിലാക്കി നിങ്ങൾ വെക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഗെയിൻ റേഷ്യോ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഗെയിൻ റേഷ്യോ നമ്മൾ ഇവിടുന്ന് തയ്യാറാക്കുകയാണ്. 4:3:2 ആണ്. ഇതിൽ 3 ആയ വൈ ആണ് റിട്ടയർ ചെയ്തത്. അപ്പോൾ ബാക്കി എത്രയുണ്ടാവും? 4:2 ആണ് ബാക്കി ഉണ്ടാവും. ഗെയിൻ റേഷ്യോ 4:2. ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4 2 പ്രാവശ്യം, 2 1 2 ഒരു പ്രാവശ്യം. അപ്പോൾ 2:1 എന്ന് ഗെയിൻ റേഷ്യോ നമുക്ക് കിട്ടി. ക്ലിയർ ആയല്ലോ? ഇക്വേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കല്ല തന്നത്. ഓൾഡ് റേഷ്യോ ഈക്വൽ ടു ഗെയിൻ റേഷ്യോ എന്നാണ്. അപ്പോൾ 3 ഒഴിവാക്കിയപ്പോൾ ബാക്കി 4:2. ആ ഗെയിൻ റേഷ്യോ 4:2 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 2:1 എന്ന് കിട്ടി. ഇനി വർക്കിംഗ് നോട്ട് നമ്പർ 2 നേരത്തെ തയ്യാറാക്കിയതുപോലെ ഇവിടെയും നമ്മൾ ഒന്നാമത്തെ വർക്കിംഗ് നോട്ടായിട്ട് വൈ ആണ് റിട്ടയർ ചെയ്ത് വൈയുടെ ഗുഡ്വില്ലിൻ്റെ ഷെയർ എത്ര ഉണ്ടെന്ന് ചെക്ക് ചെയ്യണം. വൈ ഷെയർ ഓഫ് ഗുഡ്വിൽ സമം ടോട്ടൽ ഗുഡ്വിൽ 36,000 ആണ്. 36,000 ഇൻറ്റു വൈയുടെ ഷെയർ 3 ആണ്. ടോട്ടൽ 9 ആണ്. അപ്പോൾ 3/9 36,000 ഇൻറ്റു 3/9 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 12,000. അപ്പോൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ചെയ്ത പോലെ 2 വർക്കിംഗ് നോട്ടുകളും നമ്മൾ തയ്യാറാക്കി. ഗെയിൻ റേഷ്യോ ന്യൂ റേഷ്യോ തരാത്തത് കൊണ്ട് വളരെ സിമ്പിളായിരുന്നു. ഓൾഡ് റേഷ്യോ എടുത്തെഴുതി, വൈയുടെ ഒഴിവാക്കി എടുത്തെഴുതി, വെട്ടിയപ്പോൾ ഇങ്ങനെ 2:1 എന്ന് കിട്ടി. വൈയുടെ ഷെയർ ഓഫ് ഗുഡ്വിൽ കണ്ടുപിടിച്ചു. ടോട്ടൽ ഗുഡ്വില്ലിനെ വൈയുടെ ഷെയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു 12,000 കിട്ടി. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എൻട്രി എഴുതാണ്. കണ്ടിന്യൂ പാർട്ട്നേഴ്സ്, ഇവിടെ വൈ ആണല്ലോ റിട്ടയർ ചെയ്ത്. അപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്നത് എക്സും സെഡും. എക്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, സെഡ് ക്യാപിറ്റൽ അക്കൗണ്ട് ടു ഔട്ട് ഗോയിങ് പാർട്ട്ണർ വൈ ആണ്. അപ്പോൾ വൈസ് ക്യാപിറ്റൽ ടു വൈസ് ക്യാപിറ്റൽ. അപ്പോൾ വൈ ആണ് ഇവിടെ റിട്ടയർ ചെയ്തത്. വൈയുടെ ക്യാപിറ്റൽ കണ്ടുപിടിച്ചു നമ്മൾ 12,000. വൈയുടെ പ്രീ ഗുഡ്വിൽ 12,000. ഇനി 12,000 ഗെയിൻ റേഷ്യോ പ്രകാരം ഡിവൈഡ് ചെയ്യണം. 12,000 ഇൻറ്റു 2:1 ആണല്ലോ. അപ്പോൾ 2/3 12,000 12,000 ഇൻറ്റു 1/3 ഡിവൈഡ് ചെയ്യുമ്പോൾ 12,000 ഇൻറ്റു 2/3 8,000. 12,000 ഇൻറ്റു 1/3 4,000. 8 4 12. നരേഷൻ എഴുതും നേരത്തെ എഴുതിയ പോലെ. റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് എമൗണ്ട് ഓഫ് ഗുഡ്വിൽ ഈസ് അഡ്ജസ്റ്റഡ്. അപ്പോൾ 2 ക്വസ്റ്റ്യനുകളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ ഓൾഡ് റേഷ്യോ ന്യൂ റേഷ്യോ തന്നപ്പോൾ അത് ഉപയോഗിച്ച് ഗെയിൻ റേഷ്യോ കണ്ടുപിടിച്ചു. എക്സിൻ്റെ ഗുഡ്വില്ലിൻ്റെ ഷെയർ കണ്ടുപിടിച്ചു. അങ്ങനെ എൻട്രി എഴുതി.
എമൗണ്ട് ഗെയിനിങ് റേഷ്യോ പ്രകാരം ഡിവൈഡ് ചെയ്തു, നരേഷൻ ചെയ്തു. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ ഓൾഡ് റേഷ്യോ മാത്രം തന്നപ്പോൾ ഓൾഡ് റേഷ്യോ ഉപയോഗിച്ചിട്ട് ഗെയിനിങ് റേഷ്യോ തയ്യാറാക്കി. വൈയുടെ ഗുഡ്വില്ലിൻ്റെ വിഹിതം നമ്മൾ കണ്ടെത്തി, ഇക്വേഷൻ എഴുതി, എമൗണ്ട് ഗെയിനിങ് റേഷ്യോ പ്രകാരം വീതിച്ചു, നരേഷൻ എഴുതി. അതുപോലെ നമ്മൾ തേർഡ് ക്വസ്റ്റ്യൻ അല്പം കൂടി കാൽക്കുലേഷനുകളും ഡിസ്കസ് ചെയ്യേണ്ടതുമായിട്ടുള്ള ഒന്നാണ്. തേർഡ് ക്വസ്റ്റ്യൻ വളരെ വ്യക്തമായിട്ടും ശ്രദ്ധയോടുകൂടി നിങ്ങൾ ഇത് ഡിസ്കസ് ചെയ്യുമ്പോൾ നോക്കണമെന്ന് നിങ്ങളോട് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ നോക്കുക, നിങ്ങൾ 3 പാർട്ട്നേഴ്സ് പേരാണ് പറയുന്നത്, ലൂക്ക, പാസി ആൻഡ് ലിയോ. 3 പാർട്ട്ണർമാർ, ലൂക്കയും പാസിയും ലിയോയും. ഷെയറിംഗ് പ്രോഫിറ്റ്സ് ഇൻ ദ റേഷ്യോ ഓഫ് 2:3:5. 2:3:5 എന്ന അനുപാതത്തിലാണ് ലൂക്കയും പാസിയും ലിയോയും പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നത്. ഗുഡ്വിൽ അപ്പിയറിംഗ് ഇൻ ദി ബുക്സ് അറ്റ് ദി വാല്യൂ ഓഫ് ₹60,000. ഈ സ്ഥാപനത്തിൻ്റെ കണക്കിൽ കാണുന്ന ഗുഡ്വില്, ബുക്കിൽ കാണുന്ന ഗുഡ്വിൽ 60,000 ലൂക്ക റിട്ടയേഴ്സ്, ഈ ബിസിനസ്സിൽ നിന്നും ലൂക്ക റിട്ടയർ ചെയ്തു. ആൻഡ് ഫോർ ദിസ് പർപ്പസ്, ഈ ആവശ്യത്തിന് വേണ്ടി ഗുഡ്വിൽ ഈസ് വാല്യൂഡ് അറ്റ് ₹90,000. അപ്പോൾ 2 ഗുഡ്വില്ലുകൾ നിങ്ങൾക്ക് കാണാം. ഗുഡ്വിൽ ഓൾറെഡി അപ്പിയറിംഗ് ഇൻ ദി ബുക്സ് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചു. അഡ്മിഷനിൽ നമ്മൾ പഠിച്ചിരുന്നു പഴയ ഗുഡ്വിലും അതേപോലെ തന്നെ അഡ്മിഷൻ്റെ സമയത്തുള്ള ഗുഡ്വിലും. അതേപോലെ തന്നെ ഇത് പഴയ ഗുഡ്വിൽ, എക്കും ബിക്കും സിക്കും അവകാശപ്പെട്ടതാണ് പഴയ ഗുഡ്വിൽ. എന്നാൽ ലൂക്ക റിട്ടയർ ചെയ്തതിന് ശേഷം ആ സമയത്ത് ഗുഡ്വിൽ ട്രീറ്റ് കണക്കൂട്ടിയപ്പോൾ റിട്ടയർമെൻറ്റിൻ്റെ സമയത്തുള്ള ഗുഡ്വിലാണ് 90,000. അങ്ങനെ 2 ഗുഡ്വിലാണ് ക്വസ്റ്റ്യനിൽ നൽകിയിട്ടുള്ളത്. പാസി ആൻഡ് ലിയോ ഡിസൈഡഡ് ടു ഷെയർ ഫ്യൂച്ചർ പ്രോഫിറ്റ് ഈക്വലി. ഇവർ ഭാവിയിൽ ലാഭനഷ്ടങ്ങൾ ഈക്വലായിട്ട് വീതിക്കാൻ വേണ്ടിയാണ് തീരുമാനിച്ചിട്ടുള്ളത്. പാസ് നെസറി ജേണൽ എൻട്രീസ് നിങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്, ആവശ്യമുള്ള എൻട്രികൾ പാസ് ചെയ്യാൻ. അപ്പോൾ തന്നിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ആദ്യം എഴുതാം. ഓൾഡ് റേഷ്യോ തന്നിട്ടുണ്ട് 2:3:5, ഓൾഡ് റേഷ്യോ 2:3:5. ന്യൂ റേഷ്യോ തന്നിട്ടുണ്ട്, ന്യൂ റേഷ്യോ ഈക്വലി എന്നാണ് പറയുന്നത്, 1:1. അപ്പോൾ ക്വസ്റ്റ്യനിൽ ഓൾഡ് റേഷ്യോ ഉണ്ട്, ന്യൂ റേഷ്യോ ഉണ്ട്, രണ്ടും കൂടി ഒരുമിച്ച് തന്നാൽ കഴിഞ്ഞ ക്വസ്റ്റ്യനിനെ നമ്മൾ പറഞ്ഞു ഗെയിനിങ് റേഷ്യോ കണ്ടുപിടിക്കണം. അപ്പോൾ താഴെ ഗെയിനിങ് റേഷ്യോ സമം ന്യൂ മൈനസ് ഓൾഡ്. ആദ്യം നമ്മൾ നോക്കുക, ലൂക്ക പോയി, പാസിയും ലിയോ ആണല്ലോ, പാസിയുടെ ഗെയിനിങ്. ന്യൂ റേഷ്യോ അവിടെ കാണാൻ നിങ്ങൾക്ക് 1:1 ആണ്. അപ്പോൾ 1/2 മൈനസ് ന്യൂ റേഷ്യോ 1:1 ആണ്. അപ്പോൾ 1/2 മൈനസ് ഓൾഡ് റേഷ്യോയിൽ പാസിയുടെ ഷെയർ, ലൂക്ക, പാസി, ലിയോ. പാസിയുടേത് 3 ആണ്, ടോട്ടൽ 10 ആണ്. അപ്പോൾ 3/10, 2ഉം 10ഉം ആണ്. അപ്പോൾ കോമൺ ആയിട്ട് 10 എടുത്തു, 2ൻ്റെ ഗുണനാണല്ലോ 10 പോകും. 10 എടുത്തു, മുകളിൽ 1 × 2 10 ആക്കൽ 5 കൊണ്ട് ഗുണിച്ചപ്പോൾ മുകളിൽ 5, 1 × 5 മൈനസ് 3. 1 × 5 എന്ന് പറയുമ്പോൾ 5. 5 എന്ന് 3 പോയാൽ ബാക്കി 2/10. ഇതേപോലെ നമ്മൾ ലിയോയുടേത് കാണാം. ന്യൂ റേഷ്യോ 1/2 ആണ്, ഈക്വൽ ആണല്ലോ. ന്യൂ റേഷ്യോ 1/2 മൈനസ് ഓൾഡ് റേഷ്യോ ലൂക്ക, പാസി, ലിയോയുടേതാണല്ലോ കാണുന്നത്. അപ്പോൾ ലിയോയുടേത് 5 ആണ്, ടോട്ടൽ 10 ആണ്. 5/10, 2ഉം 10ഉം. അപ്പോൾ കോമൺ ആയിട്ട് 10 എഴുതി, ഈ 1 അതുപോലെ എഴുതി, 2ൻ്റെ താഴെയുള്ള 5 10 ആക്കിയിട്ടുണ്ട്. അപ്പോൾ 5 കൊണ്ട് മേലെ ഗുണിക്കണം, 1 × 5 മൈനസ് ഈ 5 അതുപോലെ എഴുതി. 1 × 5 എന്ന് പറയുമ്പോൾ 5, 5 ന്ന് 5 കുറച്ചാൽ 0/10, നോ ഗെയിനിങ്. ഇവിടെ ലിയോക്ക് എന്തില്ല, ഗെയിനിങ്ങോ ഇല്ല, സാക്രിഫൈസിങ്ങും ഇല്ല. കാരണം ആൻസർ 0 എന്നാണ് ലഭിച്ചിട്ടുള്ളത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇവിടെ ലൂക്ക പോയപ്പോൾ ആർക്ക് മാത്രമാണ് ഗെയിനിങ് ഉള്ളത്? പാസിക്ക് മാത്രമാണ് ഗെയിനിങ് ഉള്ളത്. അതുകൊണ്ട് നമ്മൾ എന്ത് അനുമാനത്തിലെത്തും? നമ്മൾ പഠിച്ചിട്ടുണ്ട് കണ്ടിന്യൂ പാർട്ട്നേഴ്സ്, ക്യാപിറ്റൽ അക്കൗണ്ട്, എക്സെപ്റ്റ് ഔട്ട് ഗോയിങ് പാർട്ട്ണർ എന്ന് പറഞ്ഞിട്ട് എൻട്രി പഠിച്ചിട്ടുണ്ട്. ഇവിടെ കണ്ടിന്യൂ പാർട്ട്നേഴ്സ് 2 പേരുണ്ട്, പാസിയും ലിയോയും ഉണ്ട്. പക്ഷേ ലിയോക്ക് ഗെയിനിങ് ഇല്ല. അതുകൊണ്ട് തന്നെ ഗെയിനിങ് ഉള്ള ആൾ, സാക്രിഫൈസിങ് ഉള്ള ആൾക്ക് നഷ്ടപരിഹാരം കൊടുക്കണമെന്നാണ്. അപ്പോൾ ലൂക്ക പോയപ്പോൾ ലൂക്കയുടെ മുഴുവൻ ലാഭവിഹിതവും ആർക്ക് കിട്ടിക്കാണും? പാസിക്ക് കിട്ടിയിട്ടുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ പാസി ലൂക്കയ്ക്ക് കൊടുക്കുന്നതായിട്ട് നമ്മൾ എൻട്രി പാസ് ചെയ്യണം. അത് നമുക്ക് ആവശ്യം ഉണ്ടാകുമ്പോൾ എഴുതാം. ഒന്നാമത്തെ വർക്കിംഗ് നോട്ട് നമ്മൾ തയ്യാറാക്കി ഗെയിനിങ് റേഷ്യോ കണ്ടുപിടിച്ചു. ഒരാൾക്ക് മാത്രമാണ് ഗെയിനിങ്, ഒരാൾക്ക് നോ ഗെയിനിങ് ആണ്. ഇനി നമ്മൾ എൻട്രി പാസ് ചെയ്യണമെങ്കിൽ ആദ്യം റിട്ടയർ ചെയ്ത ആളുടെ ഷെയർ കണ്ടുപിടിക്കണമല്ലോ. അപ്പോൾ ആദ്യം
ലൂക്കാസ് ഷെയർ ഓഫ് ഗുഡ്വിൽ സമം ലൂക്ക റിട്ടയർ ചെയ്തപ്പോൾ ഉള്ള ഗുഡ്വില്ലിൻ്റെ എമൗണ്ട് കണ്ടുപിടിച്ചു 90,000 ആണ്. അപ്പോൾ 90,000 ഇൻറ്റു ലൂക്കയുടെ ഷെയർ ആദ്യത്തെ ആളാണല്ലോ ലൂക്ക, 2/10 ആണ്. 90,000 ഇൻറ്റു 2/10 18,000. അപ്പോൾ ലൂക്കയുടെ ഷെയർ നമ്മൾ കണ്ടുപിടിച്ചു 18. അപ്പോൾ കഴിഞ്ഞ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ചെയ്ത പോലെ 2 കാൽക്കുലേഷനുകൾ നമ്മൾ ചെയ്തു. ഓൾഡ് റേഷ്യോ ന്യൂ റേഷ്യോ തന്നപ്പോൾ ഗെയിനിങ് റേഷ്യോ കണ്ടുപിടിച്ചു. ലൂക്കയുടെ ഷെയർ റിട്ടയർമെൻറ്റിൻ്റെ സമയത്തുള്ള ഗുഡ്വില്ലിനെ ലൂക്കയുടെ ഷെയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ലൂക്കയുടെ ഗുഡ്വില്ലിൻ്റെ ഷെയർ കിട്ടി. ഇനി എൻട്രികളിലേക്ക് വരാം. എൻട്രികളിലേക്ക് വരുമ്പോൾ നമ്മൾ ഗുഡ്വില്ലുമായി ബന്ധപ്പെട്ട എൻട്രികളാണല്ലോ പാസ് ചെയ്യുന്നത്. ഓൾറെഡി എക്സിസ്റ്റഡ് ഗുഡ്വില്ലുമുണ്ട്, അതേപോലെ തന്നെ ലൂക്കയുടെ ഷെയർ ഓഫ് ഗുഡ്വില്ലും നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, അഡ്മിഷനിൽ പഴയ ഗുഡ്വില്ലുണ്ടെങ്കിൽ അത് പഴയ പാർട്ട്നേഴ്സിന് വീതിച്ചു കൊടുക്കണം. പഴയ പാർട്ട്ണർ ഇവിടെ ലൂക്കയും പാസിയും ലിയോയുമാണ്. ഗുഡ്വിൽ വീതിക്കുന്ന എൻട്രി നമ്മൾ അവിടെ പഠിച്ചിട്ടുണ്ട്. എൻട്രി അഡ്മിഷനിൽ നമ്മൾ പഠിച്ചത് ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ഗുഡ്വിൽ അക്കൗണ്ട് എന്നാണ് പഠിച്ചിട്ടുള്ളത്. ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ഗുഡ്വിൽ അക്കൗണ്ട് എന്നാണ് നമ്മൾ അഡ്മിഷനിൽ പഠിച്ചത്. അതേ എൻട്രി ഇവിടെയും പാസ് ചെയ്യുക. അപ്പോൾ ഓൾഡ് പാർട്ട്നേഴ്സ് 3 പേരുണ്ട്, ലൂക്ക, പാസി, ലിയോ, ടു ഗുഡ്വിൽ അക്കൗണ്ട്. ഇനി പഴയ ഗുഡ്വിൽ എത്രയാണ് നോക്കുക, 60,000. അപ്പോൾ പഴയ ഗുഡ്വില്ലിൻ്റെ എമൗണ്ട് കൊടുത്തു 60,000. ഇനി പഴയ ഗുഡ്വില്ലാണ്. പഴയ ഗുഡ്വിൽ ഓൾഡ് പാർട്ട്നേഴ്സ് എങ്ങനെ വീതിക്കും, ഓൾഡ് റേഷ്യോ പ്രകാരം വീതിക്കും. അപ്പോൾ 60,000 ഇൻറ്റു ഓൾഡ് റേഷ്യോ 235 ആണല്ലോ. അപ്പോൾ 2/10 3/10 5/10 3 പേർക്ക് 12 18 30 60,000 ഓൾഡ് ഗുഡ്വില്ലാണ് 3 പേർക്ക് വീതിച്ചു കൊടുത്തു. നരേഷൻ ബീങ് ഓൾഡ് ഗുഡ്വിൽ ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ്. ക്ലിയർ ആയല്ലോ. അപ്പോൾ നമ്മൾ 2 വർക്കിംഗ് നോട്ടുകൾ തയ്യാറാക്കി. പഴയ ഗുഡ്വില്ലുണ്ടെങ്കിൽ വീതിക്കേണ്ട എൻട്രി നമ്മൾ പഠിച്ചതാണ്. ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ടു ഗുഡ്വിൽ അക്കൗണ്ട്. ഓൾഡ് പാർട്ട്നേഴ്സ് 3 പേരുണ്ട്, 3 പേരുടെ എഴുതി ഗുഡ്വില്ലിൻ്റെ എമൗണ്ട് ക്രെഡിറ്റ് ചെയ്തു 60. അത് ഓൾഡ് റേഷ്യോ പ്രകാരം ഡിവൈഡ് ചെയ്തു 3 ആളുടെയും നേരെ കാണിച്ചു. നരേഷൻ ബീങ് ഓൾഡ് ഗുഡ്വിൽ ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ്. പഴയ ഗുഡ്വിൽ എന്ത് ചെയ്തു, ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഓൾഡ് ഗുഡ്വിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് എൻട്രി കാണിച്ചു. ഇനി രണ്ടാമതായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഗുഡ്വില്ലിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ എൻട്രി എഴുതണം. എന്താണ് പഠിച്ചിട്ടുള്ളത്, കണ്ടിന്യൂ പാർട്ട്നേഴ്സ് ടു ഔട്ട് ഗോയിങ് പാർട്ട്നേഴ്സ് അല്ലേ. കണ്ടിന്യൂ പാർട്ട്നേഴ്സ് 2 പേരുണ്ട്, ലൂക്ക പോയപ്പോൾ പാസിയും ലിയോയും. അതിൽ ലിയോക്ക് നോ ഗെയിനിങ് ആണ്, അദ്ദേഹത്തിന് പ്രത്യേകിച്ച് നേട്ടമൊന്നുമില്ല ലൂക്ക പോയത് കൊണ്ട്. അപ്പോൾ നേട്ടമുണ്ടായ പോകുന്ന ആൾക്ക് നഷ്ടപരിഹാരം കൊടുക്കണം. അപ്പം ഇവിടെ ഗെയിനിങ് ഉണ്ടായിട്ടുള്ളത് പാസിക്ക് മാത്രമാണ് 2/10. പാസി ലൂക്കക്ക് കൊടുക്കണം. പാസി ടു ലൂക്കാസ് ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ പാസി കണ്ടിന്യൂ പാർട്ട്നേഴ്സ് ടു ഔട്ട് ഗോയിങ് പാർട്ട്നേഴ്സ് ആണ്. കണ്ടിന്യൂ പാർട്ട്നേഴ്സ് 2 പേരുണ്ട്, പാസിയും ലിയോയും. ലിയോയെ ഒഴിവാക്കാൻ കാരണം ലിയോക്ക് നോ ഗെയിനിങ് ആണ്. അപ്പോൾ പാസി ടു ലൂക്ക എന്ന് എഴുതി. ഗുഡ്വില്ലിൻ്റെ എമൗണ്ട് 18,000 ആണ്. അത് ലൂക്കയുടെ നേരെ എഴുതി വെച്ച് 18. ലൂക്കയുടെ ഷെയർ ഓഫ് ഗുഡ്വില്ലല്ല കണ്ടത് 18,000. ഈ 18,000 ആരെ കൊടുക്കേണ്ടത്, ഫുള്ളായിട്ടും പാസി കൊടുക്കണം. കാരണം ലിയോക്ക് പ്രത്യേകിച്ച് ഗെയിനിങ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഗെയിനിങ് ഉണ്ടായ ആൾ പാസിയാണ്. അപ്പോൾ പാസി നിർബന്ധമായിട്ടും ആ ഫുൾ എമൗണ്ടും കൊടുക്കണം. അതിൻ്റെ എൻട്രിയാണ് നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത്. പാസീസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ലൂക്കാസ് ക്യാപിറ്റൽ അക്കൗണ്ട്. നരേഷൻ മുകളിൽ പഠിച്ച പോലെ തന്നെ ബീങ് റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് എമൗണ്ട് ഓഫ് ഗുഡ്വിൽ ഈസ് അഡ്ജസ്റ്റഡ്. അപ്പോൾ 3 എക്സാമ്പിളുകളാണ് നിങ്ങളെ കാണിച്ചിട്ടുള്ളത്. നമുക്ക് ഒരു എക്സാമ്പിൾ കൂടി ഡിസ്കസ് ചെയ്യാം. അതിന് മുന്നോടിയായി ഇന്ന് എന്തെല്ലാം കാര്യങ്ങൾ പഠിച്ചു എന്ന് നോക്കാമല്ലോ. അപ്പോൾ ആദ്യം ഗുഡ്വില്ലിൻ്റെ ട്രീറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട എൻട്രി നിങ്ങളെ പരിചയപ്പെടുത്തി. അതിനുശേഷം ഒരു എക്സാമ്പിൾ നമ്മൾ കണ്ടു. ഓൾഡ് റേഷ്യോ ന്യൂ റേഷ്യോ തന്നപ്പോൾ അത് ഉപയോഗിച്ചിട്ട് ആദ്യം ഗെയിനി റേഷ്യോ കണ്ടുപിടിച്ചു. റിട്ടയർ ചെയ്ത എക്സിൻ്റെ ഗുഡ്വില്ലിൻ്റെ ഷെയർ കണ്ടുപിടിച്ചു. എന്നിട്ട് ഔട്ട് ഗോയിങ് പാർട്ട്നേഴ്സ് കണ്ടിന്യൂ പാർട്ട്നേഴ്സ് ടു ഔട്ട് ഗോയിങ് പാർട്ട്നേഴ്സ് എന്നുള്ള എൻട്രി എഴുതി. YZ ടു എക്സിൻ്റെ ഗുഡ്വിൽ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിനെ ഗെയിനി റേഷ്യോ പ്രകാരം ഡിവൈഡ് ചെയ്തു. Yക്കും Zനും കാണിച്ചു, നരേഷൻ എഴുതി. രണ്ടാമത്തെ എക്സാമ്പിളിൽ ഓൾഡ് റേഷ്യോ മാത്രമാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഓൾഡ് റേഷ്യോ ഈക്വൽ ടു ഗെയിനി റേഷ്യോ എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഗെയിനി റേഷ്യോയിൽ പോയ Yയുടേത് ഒഴിവാക്കി ബാക്കി എഴുതി.
ഡിവൈഡ് ചെയ്തപ്പോൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 2:1 കിട്ടി. വൈയുടെ ഗുഡ്വില്ലിൻ്റെ ഷെയർ ടോട്ടൽ ഗുഡ്വില് 36 ഇൻറ്റു വൈയുടെ ഷെയർ 3/9 12 കിട്ടി. നേരത്തെ പറഞ്ഞ പോലെ കണ്ടിന്യൂ പാർട്ട്നേഴ്സ് എക്സും സെഡും 2y കൊടുക്കുന്നത് കാണിച്ചു. വൈയുടെ എമൗണ്ട് നമ്മൾ കണ്ടുപിടിച്ചു 12. ഗെയിനിങ് റേഷ്യോ പ്രകാരം ഡിവൈഡ് ചെയ്തപ്പോൾ 8/4 കിട്ടി. നരേഷൻ എഴുതി. അപ്പോൾ അവസാനം ഡിസ്കസ് ചെയ്ത തേർഡ് ക്വസ്റ്റ്യനിൽ ഓൾഡ് ഗുഡ്വില്ലുമുണ്ട്, റിട്ടയർമെൻറ്റിൻ്റെ ഗുഡ്വില്ലുമുണ്ട്. അപ്പോൾ ഓൾഡ് ഗുഡ്വിൽ നമ്മൾ ആദ്യം വീതിച്ചു. ലൂക്കയും പാസിയും ലിയോയും ഓൾഡ് പാർട്ട്നേഴ്സ് ഗുഡ്വിൽ നിന്നാണ് എൻട്രി. അപ്പോൾ ഓൾഡ് പാർട്ട്നേഴ്സ് 3 പേര്. ഗുഡ്വിൽ എമൗണ്ട് 60,000 കാണിച്ചു. അത് ഓൾഡ് റേഷ്യോ പ്രകാരം ഡിവൈഡ് ചെയ്ത് 3 ആൾക്കും കാണിച്ചു. നരേഷൻ ഓൾഡ് ഗുഡ്വിൽ ഡിസ്ട്രിബ്യൂട്ടഡ് എന്ന് എഴുതി. ഇനി ക്വസ്റ്റ്യനിൽ ഓൾഡ് റേഷ്യോയും അതേപോലെ തന്നെ ന്യൂ റേഷ്യോ ഇവിടെ പറയുന്നുണ്ട് ഈക്വൽ ആണെന്നാണ്. അപ്പോൾ രണ്ടും തന്നപ്പോൾ ഓൾഡ് റേഷ്യോ ന്യൂ റേഷ്യോ തന്നപ്പോൾ അത് ഉപയോഗിച്ച് ഗെയിനിങ് ചെക്ക് ചെയ്തപ്പോൾ പാസിക്ക് 2/10 ഗെയിനിങ്ങും ലിയോക്ക് നോ ഗെയിനിങ്ങുമാണ്. അപ്പോൾ അതിൽ നിന്നും നമ്മൾ ഒരു അനുമാനത്തിലെത്തി. പാസി മാത്രമാണ് ഗെയിനിങ് ഉണ്ടായത്, പാസി മാത്രമാണ് ലൂക്കയ്ക്ക് നഷ്ടപരിഹാരം കൊടുക്കേണ്ടത് എന്ന് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കി. അങ്ങനെ രണ്ടാമത്തെ വർക്കിംഗ് നോട്ടിലേക്ക് നമ്മൾ കടന്നു. റിട്ടയർമെൻറ്റ് സമയത്തുള്ള ഗുഡ്വിൽ ഉപയോഗിച്ചിട്ട് ലൂക്കയുടെ ഗുഡ്വിൽ കണ്ടുപിടിച്ചു. 90,000 ഗുഡ്വിൽ ഇൻറ്റു ലൂക്കയുടെ ഷെയർ. ഓൾഡ് റേഷ്യോ പരിശോധിച്ചാൽ 2/10 18,000 കിട്ടി. പാസി ലൂക്കയ്ക്ക് 18,000 കൊടുത്തതായിട്ട് കാണിച്ചു. നരേഷനും എഴുതി. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കൂടി ഡിസ്കസ് ചെയ്ത് ആ ഒരു ഏരിയ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി പരീക്ഷയ്ക്ക് ഉപകാരപ്രദമാവുന്ന രീതിയിൽ ഓർമ്മയിൽ വെക്കാൻ സാധിക്കും എന്നാണ് തോന്നുന്നത്. അതിനുവേണ്ടി ഒരു ക്വസ്റ്റ്യനും കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള മറ്റു കാൽക്കുലേഷനുകളൊന്നും തന്നെ ഇല്ലാത്തൊരു ക്വസ്റ്റ്യനാണ്. എന്നാൽ അല്പം നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതുമാണ്. വ്യക്തമായി മനസ്സിലായാൽ സിമ്പിളായിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. PQR are partners in a firm without any partnership deed. പിയും ക്യൂവും ആറും വ്യക്തമായ പാർട്ണർഷിപ്പ് ഡീഡ് ഇല്ലാതെയാണ് ബിസിനസ് നടത്തുന്നത്. അപ്പോൾ തന്നെ നമ്മളൊരു കാര്യം മനസ്സിലായല്ലോ, ഡീഡ് ഇല്ലാത്ത ബിസിനസ്സിലെല്ലാം തന്നെ ലാഭം വീതിക്കേണ്ടത് ഈക്വലിയാണ്. അപ്പോൾ ലാഭം വ്യക്തമായ ഈക്വലി അപ്പോൾ വ്യക്തമായ പാർട്ണർഷിപ്പ് ഡീഡ് തയ്യാറാക്കാതെയാണ് ഇവർ ബിസിനസ് നടത്തുന്നത് കൊണ്ട് തന്നെ ഡീഡില്ലാത്ത ബിസിനസ്സിൽ ഈക്വലായിട്ട് പ്രോഫിറ്റ് ഷെയർ ചെയ്യണമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതിൽ റിട്ടയേഴ്സ് ഈസ് ക്യാപിറ്റൽ അക്കൗണ്ട് ആഫ്റ്റർ മേക്കിംഗ് അഡ്ജസ്റ്റ് ഓഫ് റിസർവ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓഫ് റീവാലുവേഷൻ എക്സിസ്റ്റ് ₹65,000. എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റുകളും ചെയ്തതിന് ശേഷം ആറിൻ്റെ അക്കൗണ്ടിൽ 64,000 രൂപയാണ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ കാണിക്കുന്നത്. ആറിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് 64,000 രൂപയാണ് കാണിക്കുന്നത്. P and Q have agreed to pay him 80,000. ആറിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ 64,000 രൂപയാണ് കാണിക്കുന്നതെങ്കിലും പിയും ക്യൂവും ചേർന്നുകൊണ്ട് ആറിന് 80,000 രൂപ കൊടുക്കാൻ തീരുമാനിച്ചു. ഇൻ ഫുൾ സെറ്റിൽമെൻറ്റ് ഓഫ് ഹിസ് ക്ലെയിം, അദ്ദേഹത്തിൻ്റെ ഫുൾ ക്ലെയിം കൊടുത്തു വീട്ടുന്നതിന് വേണ്ടിയാണ് 80,000 രൂപ കൊടുക്കാൻ തീരുമാനിച്ചത്. റൈറ്റ് ജേണൽ എൻട്രി ഫോർ ഗുഡ്വിൽ ഓൺ ആർസ് റിട്ടയർമെൻറ്റ്. ആറിൻ്റെ റിട്ടയർമെൻറ്റുമായി ബന്ധപ്പെട്ട എൻട്രി പാസ് ചെയ്യാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നോക്കുക, നിങ്ങൾ കണക്ക് പ്രകാരം ആറിൻ്റെ അക്കൗണ്ട് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയപ്പോൾ ആറിൻ്റെ അക്കൗണ്ടിൽ 64,000 രൂപയാണ് കാണുന്നത്. പക്ഷേ ഇവരെ പിയും ക്യൂവും ചേർന്നുകൊണ്ട് ആറിന് 80,000 രൂപ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, കണക്ക് പ്രകാരം കണക്ക് നോക്കിയപ്പോൾ ആറിന് 64 കൊടുക്കാനുള്ളൂ. പക്ഷേ 80 കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തമ്മിലുള്ള വ്യത്യാസമായിരിക്കും ഗുഡ്വിൽ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ക്യാപിറ്റലിൻ്റെ എമൗണ്ട് 64 ബാക്കി എത്ര ഉണ്ടാവും? ഒരു 16 കൂടി കൂടിയിട്ടാണ് 80 വരുന്നത്. അങ്ങനെയാണ് ഗുഡ്വിലിൻ്റെ എമൗണ്ട് കൂടി കൂട്ടിയിട്ട് 80 കൊടുക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ എൻട്രി എഴുതുന്നതിന് മുൻപ് ആദ്യം നമ്മൾ ഗുഡ്വിൽ കണ്ടുപിടിക്കണം. ആറിൻ്റെ ഷെയർ ഓഫ് ഗുഡ്വിൽ സമം ടോട്ടൽ കൊടുക്കുന്നത് 80,000 മൈനസ് അദ്ദേഹത്തിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് 64,000 ആണ്. 80,000 നിന്ന് 64,000 കുറച്ച് ബാക്കി 16,000. ഈ മെത്തേഡ്, ഇങ്ങനെ ഗുഡ്വിൽ കണ്ടുപിടിക്കുന്ന മെത്തേഡിനെ പറയുന്ന പേരാണ് ഹിഡൻ ഗുഡ്വിൽ. നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഇവിടെ അഡ്മിഷൻ്റെ സമയത്തുള്ള ഗുഡ്വിലിൻ്റെ എമൗണ്ട് ഇത്രേ എന്ന് പറഞ്ഞ് തരാത്തത് കൊണ്ടാണ് നമ്മൾ ഹിഡൻ ഗുഡ്വിൽ മെത്തേഡ് ഉപയോഗിച്ച് കണ്ടുപിടിച്ചത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ക്യാപിറ്റലിൻ്റെ എമൗണ്ട് 64, ടോട്ടൽ ഗുഡ്വിലിൻ്റെ പേ ചെയ്യുന്നത് 80. അപ്പോൾ 80 നിന്ന് 64 കുറച്ച് 16. ഹിഡൻ ഗുഡ്വിൽ മെത്തേഡ് പ്രകാരം ഗുഡ്വിൽ കണ്ടുപിടിച്ചു.
ഇനി നമ്മൾ എൻട്രിയിലേക്ക് കടക്കുകയാണ്. കണ്ടിന്യൂ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റ് ഔട്ട് ഗോയിങ് പാർട്ട്നേഴ്സ്. കണ്ടിന്യൂ പാർട്ട്നേഴ്സ് ആറ് പോയപ്പോൾ പി ക്യു. അപ്പോൾ പീസ് ക്യാപിറ്റൽ അക്കൗണ്ട് ക്യൂസ് ക്യാപിറ്റൽ അക്കൗണ്ട് ടു ആർസ് ക്യാപിറ്റൽ. അപ്പോൾ ടോട്ടൽ കൊടുക്കേണ്ടത് 16 നമ്മൾ ആദ്യമേ പറഞ്ഞുവല്ലോ. ഇവിടെ ഒരു റേഷ്യോയെക്കുറിച്ചും പറയുന്നില്ല, ഡീഡുമില്ല. അപ്പോൾ ഈക്വലായിട്ടാണ് വീതിക്കുന്നത്. 16,000 ഇൻറ്റു 1/2 8 നരേഷൻ ബീങ് റിട്ടയറിംഗ് പാർട്ട്നർ എമൗണ്ട് ഓഫ് ഗുഡ്വിൽ ഈസ് അഡ്ജസ്റ്റഡ്. വളരെ സിമ്പിളാണ്. ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതിലേറെ സിമ്പിളാണ്, പക്ഷെ അത് മനസ്സിലാക്കി വെക്കണമെന്ന് മാത്രം. ടോട്ടൽ പേ ചെയ്ത എമൗണ്ടിൽ നിന്ന് ക്യാപിറ്റൽ അക്കൗണ്ടിലുള്ള എമൗണ്ട് ലെസ് ചെയ്ത് നോക്കിയപ്പോൾ 16,000 എന്ന് ഗുഡ്വിൽ കണ്ടുപിടിച്ചു. അത് ഈക്വലായിട്ട് വീതിച്ചു, നരേഷൻ എഴുതി. അപ്പോൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ ഗുഡ്വിലിൻ്റെ ട്രീറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട കാൽക്കുലേഷനുകൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് സ്വന്തമായി ചെയ്യുന്നതിന് വേണ്ടി ഇത്തരം 2 ക്വസ്റ്റ്യനുകൾ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. നമുക്കൊന്ന് വായിച്ചു നോക്കാമല്ലോ. എൽ എം ആൻഡ് എൻ ആർ പാർട്ട്നർ ഷെയറിംഗ് പ്രോഫിറ്റ്സ് ഇൻ ദ റേഷ്യോ ഓഫ് 3:1. എല്ലും എമ്മും എന്നും 3:2:1 അനുപാതത്തിൽ പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നവരാണ്. എം റിട്ടയേഴ്സ് ആൻഡ് ഫോർ ദിസ് പർപ്പസ് ഗുഡ്വിൽ ഈസ് വാല്യൂഡ് അറ്റ് ₹40,000. ഈ ബിസിനസ്സിൽ നിന്ന് എം റിട്ടയർ ചെയ്തു. ഗുഡ്വിൽ എം റിട്ടയർ ചെയ്യുന്ന സമയത്തുള്ള ഗുഡ്വിൽ 4,000 എന്ന് കണ്ടുപിടിച്ചു. റെക്കോർഡ് നെസറി ജേണൽ എൻട്രി ഫോർ ദി ട്രീറ്റ്മെൻറ്റ് ഓഫ് ഗുഡ്വിൽ എംസ് റിട്ടയർമെൻറ്റ്. എമ്മിൻ്റെ ഗുഡ്വിൽ റിട്ടയർമെൻറ്റുമായി ബന്ധപ്പെട്ട് എൻട്രി പാസ് ചെയ്യാനാണ് ആവശ്യം. അപ്പോൾ എൽ എം എൻ ആണ്, ഇതിൽ എം ആണ് റിട്ടയർ ചെയ്തത്. അപ്പോൾ ഓൾഡ് റേഷ്യോ മാത്രം തന്നിട്ടുള്ളൂ. ഓൾഡ് റേഷ്യോ മാത്രം തന്നു കഴിഞ്ഞാൽ എങ്ങനെ ഗെയിൻ റേഷ്യോ കണ്ടുപിടിക്കാമെന്ന് മുകളിൽ കാണിച്ചെന്നല്ലോ. ഇത് ഒഴിവാക്കുക, എമ്മിൻ്റെ ഷെയർ കണ്ട് ഒഴിവാക്കുക, ബാക്കി 3:1 ഉണ്ടാക്കും. അപ്പോൾ ഗെയിൻ റേഷ്യോ 3:1. ഇനി രണ്ടാമത്തെ നമ്മുടെ കാൽക്കുലേഷൻ എമ്മിൻ്റെ ഗുഡ്വിൽ കണ്ടുപിടിക്കലാണ്. ടോട്ടൽ ഗുഡ്വിൽ എംസ് റിട്ടയേഴ്സ് ഫോർ ദിസ് ഗുഡ്വിൽ ഈസ് വാല്യൂഡ്. ടോട്ടൽ ഗുഡ്വിൽ ഓഫ് ദി ഫേം ആണ് 4,000 എന്ന് കണ്ടുപിടിച്ചിട്ടുള്ളത്. അപ്പോൾ എംസ് ഗുഡ്വിൽ സമം 4,000 ഇൻറ്റു എമ്മിൻ്റെ ഷെയർ 2/6 ആണ്. മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന എമൗണ്ടാണ് എമ്മിൻ്റെ ഗുഡ്വിൽ. അതുമായി ബന്ധപ്പെട്ട് എൻട്രി പാസ് ചെയ്യാം. എൽ ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റർ എൻ ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റർ ടു എം ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞ് എൻട്രി ചെയ്ത എമൗണ്ട് ഗെയിൻ റേഷ്യോ പ്രകാരം 3:1 എന്ന് കിട്ടിയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് 2 വർക്കിംഗ് നോട്ടുകൾ തയ്യാറാക്കുക. ഗെയിൻ റേഷ്യോ ഇതിൽ നിന്ന് എടുത്തെഴുതുക. എമ്മിൻ്റെ ഷെയർ ഓഫ് ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യുക. എന്നിട്ട് എൻട്രി പാസ് ചെയ്യുക. എൽ എൻ ടു എം എന്ന് പറഞ്ഞിട്ട് എൻട്രി പാസ് ചെയ്യുക. നരേഷൻ എഴുതുക, ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. ക്ലിയർ ആയില്ലോ. നെക്സ്റ്റ് രണ്ടാമത്തേത് മേരി, മറിയ ആൻഡ് മമത 3 പാർട്ട്ണർമാരാണ്. അവരുടെ ഓൾഡ് റേഷ്യോ തന്നിട്ടുണ്ട്. ഗുഡ്വിൽ അപ്പിയർ ഇൻ ദി ബുക്സ് അറ്റ് വാല്യൂ ₹50,000. ഓൾറെഡി എക്സിസ്റ്റഡ് അപ്പിയറിംഗ് ഗുഡ്വിൽ എന്നല്ല പറഞ്ഞു, ഓൾറെഡി എക്സിസ്റ്റഡ് ഗുഡ്വിൽ 50,000. മേരി റിട്ടയർ ഫോർ ദിസ് പർപ്പസ് ഗുഡ്വിൽ ഈസ് വാല്യൂഡ് അറ്റ് ₹70,000. മേരി റിട്ടയർ ചെയ്ത സമയത്തുള്ള ഗുഡ്വിൽ 7,000. അപ്പോൾ ഓൾഡ് ഗുഡ്വിലും ഉണ്ട്, റിട്ടയർമെൻറ്റ് സമയത്തും ഉണ്ട്. മറിയ ആൻഡ് മമത ഡിസൈഡഡ് ടു ഷെയർ ഫ്യൂച്ചർ പ്രോഫിറ്റ് ഈക്വലി. ന്യൂ റേഷ്യോ തന്നിട്ടുണ്ട്, ഈക്വലിയാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യണം? നമ്മൾ ചെയ്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്ത പോലെ ചെയ്യണം. 2 കാൽക്കുലേഷനുകൾ ചെയ്യുക. ഓൾഡ് റേഷ്യോ ഉണ്ട്, ന്യൂ റേഷ്യോ ഉണ്ട്. അപ്പോൾ ആദ്യം ഗെയിൻ റേഷ്യോ കാണുക. അതിന് ശേഷം ഗെയിൻ റേഷ്യോ കണ്ടതിന് ശേഷം ആരാണ് റിട്ടയർ ചെയ്തത്? മറിയല്ലേ. മറിയയുടെ ഷെയർ ഓഫ് ഗുഡ്വിൽ കണ്ടുപിടിക്കുക. ഈ ഗുഡ്വിൽ റിട്ടയർമെൻറ്റിൻ്റെ സമയത്തുള്ള ഗുഡ്വിൽ തന്നിട്ടുണ്ട് 70,000. അതിനെ മറിയയുടെ ഷെയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 2 കാൽക്കുലേഷനുകളായി. എന്നിട്ട് ആദ്യം ഓൾറെഡി എക്സിസ്റ്റഡ് ഗുഡ്വിൽ, പഴയ ഗുഡ്വിൽ വീതിക്കുക. അതിൻ്റെ എൻട്രികൾ കാണിച്ചു തന്നുവല്ലോ. പഴയ ഗുഡ്വിൽ വീതിക്കുക. അതിനുശേഷം നമ്മൾ ഗുഡ്വിലിൻ്റെ ട്രീറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട എൻട്രി കണ്ടിന്യൂ പാർട്ട്നേഴ്സ്. മറിയ റിട്ടയർ ചെയ്തപ്പോൾ മേരിയാണ് റിട്ടയർ ചെയ്തത്. മറിയ മമത ടു മേരി എന്നുള്ള എൻട്രി പാസ് ചെയ്യുക. നിങ്ങൾ അതിന് മുന്നേ ചെക്ക് ചെയ്യുക. 2 പേർക്കും ഗെയിനിങ് ഉണ്ടെങ്കിൽ 2 പേരും ചേർന്ന് കൊണ്ട് കൊടുക്കണം. ഒരാൾക്കാണെങ്കിൽ ഒരാളാണ് കൊടുക്കേണ്ടത് എന്ന് നമ്മൾ 3rd ക്വസ്റ്റ്യനിൽ കാണിച്ചു തന്നുവല്ലോ. ചിലപ്പോൾ ഇവിടെ ഗെയിനിങ് ചെയ്താൽ, ഈ ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യനിൽ ഗെയിനിങ് ചെയ്താൽ 2 പേർക്കും ഗെയിനിങ് ഉണ്ടാവും. അപ്പോൾ 2 പേരും ചേർന്ന് കൊടുക്കണം. മറിയ മമത ടു മേരി എന്ന് പറഞ്ഞിട്ട് എൻട്രി ചെയ്തണം. അപ്പോൾ ഈ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ മോഡലും ഒന്നാമത്തെ ക്വസ്റ്റ്യന് നമ്മൾ ഡിസ്കസ് ചെയ്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ രീതിയിലും ഈ രണ്ടാമത്തെ വർക്ക് മൂന്നാമത്തെ രീതിയിലും നിങ്ങൾ സ്വന്തമായി വർക്കൗട്ട് ചെയ്ത് ആൻസറുകൾ കണ്ടുപിടിക്കുക. അപ്പോൾ വളരെ സുപ്രധാനപ്പെട്ട ഒരു ഏരിയയിലൂടെയാണ് നമ്മൾ കടന്നു പോയിട്ടുള്ളത്. ഗുഡ്വിലിൻ്റെ ട്രീറ്റ്മെൻറ്റ്, അതുമായി ബന്ധപ്പെട്ട എൻട്രികൾ പഠിച്ചു. 4ഓളം എക്സാമ്പിളുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിനുശേഷം സ്വന്തമായി ചെയ്യുന്നതിന് വേണ്ടി 2 വർക്കുകൾ നിങ്ങൾക്ക് നൽകിയിട്ടുമുണ്ട്. അപ്പോൾ ഒന്ന് ഡിസ്കസ് ചെയ്ത പാഠഭാഗങ്ങൾ എല്ലാം തന്നെ
എല്ലാ ആളുകൾക്കും വളരെ വ്യക്തമായി മനസ്സിലായിട്ടുണ്ടാവണം. കാരണം അതിന് മാത്രം സിമ്പിളായിട്ടുള്ള ടോപ്പിക്കിലൂടെ തന്നെയാണ് നമ്മൾ കടന്നു പോയിട്ടുള്ളത്. അപ്പോൾ എല്ലാ ആളുകളും അത് നല്ല രീതിയിൽ ഓർത്ത് വെക്കുകയും പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുകയും ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കറിയാം, ഈ ചാപ്റ്റർ തുടങ്ങിയിട്ട് നമ്മൾ 2 വീഡിയോയാണ് തയ്യാറാക്കിയത്. കഴിഞ്ഞ ക്ലാസ്സിന് ന്യൂ റേഷ്യോയുടെ കാൽക്കുലേഷനും അതേപോലെ തന്നെ ഗെയിനിങ് റേഷ്യോയുടെ കാൽക്കുലേഷനും വളരെ സിമ്പിളായിരുന്നു. ക്ലാസ്സിലുണ്ടായിരുന്ന വീഡിയോ കണ്ട ആളുകൾക്കെല്ലാം അറിയാം. അതിനുശേഷം ഇന്ന് തയ്യാറാക്കിയിട്ടുള്ള വീഡിയോ അതേപോലെ തന്നെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു എൻട്രി മാത്രമാണ് നമ്മളെ സംബന്ധിച്ച് പഠിക്കാനുണ്ടായിരുന്നത്. കണ്ടിന്യൂ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ടു ഔട്ട് ഗോയിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്നുള്ള എൻട്രി. അപ്പോൾ വളരെ ക്ലിയർ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ടാകും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അതേപോലെ തന്നെ വളരെ സിമ്പിളായിട്ടുള്ള മറ്റു ടോപ്പിക്കുകളിലേക്ക് മുൻ ചാപ്റ്ററുകളിലെല്ലാം പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് ഇനി അടുത്ത ഹെഡിങ്ങുകളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എല്ലാ ആളുകൾക്കും നന്ദി പറയുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയ വീഡിയോ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. നന്ദി, നമസ്കാരം.